ഹലോ ഫ്രണ്ട്സ്, എമ്പുരാൻ മൂവി ടീസർ റിയാക്ഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരെയും പോലെ ഞാൻ ടീസറിന്റെ വീഡിയോ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൈസയ്ക്ക് വേണ്ടി അത് ചെയ്യുമ്പോൾ അതിന് ഒരു ഉൾപ്പുമില്ലാതെ അവരുടെ ഇലനക്കിപ്പട്ടിയുടെ ചെറുനക്കിപ്പട്ടിയായി അത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ആ വീഡിയോ നിങ്ങൾ വേറെ യൂട്യൂബിൽ കണ്ടിട്ട് വരിക. എന്നിട്ട് ഈ റിവ്യൂ കാണുന്നതാണ്. കണ്ടാൽ മാത്രമേ ഞാൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സാധനം കോപ്പി അടിച്ച് വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത് KGFന്റെ കോപ്പി ഇടിയാണ്. KGFന്റെ കോപ്പി ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പിറേഷൻ എന്ന് അവരെ പറയുമെങ്കിലും ഇത് കോപ്പി ഇടി തന്നെയാണ്. മോഹൻലാലിന്റെ ആ സീനെല്ലാം KGFിലെ ആ സീനും അതേ ക്യാമറ ആംഗിളും എല്ലാം അതേപോലെ കോപ്പി അടിച്ച് വെച്ചിരിക്കുകയാണ്. ബാക്കി സിനിമയെല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സലാറിന്റെ പല ഇതും അതിൽ കാണാനും സാധിക്കും. എല്ലാ രീതിയിലും നല്ല സിനിമകളുടെ എല്ലാം ഓരോ നല്ല പോയിന്റുകൾ എടുത്ത് അതിനെ ടീസറാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് സിനിമയിൽ ടീസർ മുഴുവനായി ചെയ്തിരിക്കുന്നത്. പിന്നെ പഴയ സിനിമയുടെ കുറെ സീനുകളും ഇൻക്ലൂഡ് ചെയ്ത് 2 മിനിറ്റ് തികച്ചിട്ടുണ്ട്. അല്ലാതെ ടീസർ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ കോപ്പിയടി ഉണ്ടെങ്കിലും ഈ സിനിമ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിനിമയായി തന്നെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഇത് വിജയിക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു കോപ്പി അടിക്കൊക്കെ ഒരു മിനിമം ഒരു ഇത് വേണം, ഒരു ലിമിറ്റ് വേണം എന്ന് മാത്രമാണ് എനിക്ക് ഇതെന്ന് പറയാനുള്ളത്. ഇത് KGFന്റെ ആ ഒരു സീന് അങ്ങനെ തന്നെ മാറ്റി വെച്ചിരിക്കുന്നത് എനിക്ക് വല്ലാതെ ഹർട്ടായത്. അവർക്ക് പൃഥ്വിരാജ് പോലെ ഒരു ഡയറക്ടർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ട് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഡിസപ്പോയിന്റ് ആയി. പക്ഷെ സിനിമ ഒരിക്കലും ഡിസപ്പോയിന്റ് ആവുകയില്ല എന്നാണ് എനിക്ക് ഉറപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൂസിഫർ സിനിമ കണ്ടതിൽ നിന്ന് തന്നെ നമുക്കറിയാം അത് കഥ വേറെ, KGFന്റെ കഥ വേറെ. അതുകൊണ്ട് തന്നെ കഥ വേറെ ആയിരിക്കും. പക്ഷെ സലാർ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടായിരിക്കും പൃഥ്വിരാജ് ഈ വീഡിയോയിൽ ഈ ടീസറിൽ ആ ഒരു എഫക്റ്റ് അതിൽ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പൃഥ്വിരാജിന് കഴിവില്ലെന്നോ കോപ്പി അടിക്കാനുള്ള കഴിവാണെന്നോ ഒന്നുമല്ല. മോഹൻലാലിന് അഭിനയിക്കാൻ കഴിവില്ലെന്നോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞെന്ന് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വേറൊരു രീതിയിലും അതിനെ എടുക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ ഒരു യൂട്യൂബറെ വളർത്തി വിടുക. അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.